പുറത്തിറങ്ങിയത് എപ്പോഴാണ് ചോട്ടു? കുഞ്ഞൻ ജോണ്, നീ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കല്ലേ. പിള്ളേരാണെന്ന് കരുതി ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകും, പറഞ്ഞേക്കാം. നിങ്ങളിപ്പോ പറഞ്ഞത് വളരെ ശരിയാണ് ഡോക്ടർ ചട്ക. ഞാൻ കുഞ്ഞനല്ല, ഡോണാണ്. ജോൺ ആയിരിക്കും ഡോൺ, ജോൺ തന്നെയായിരിക്കും ഡോൺ. എടോ ചായക്കടക്കാരാ, കുറച്ച് വിടായും സമൂസയും തരൂ വേഗം. വഴിന്നൊന്ന് മാറിക്കേ ചേട്ടാ. 10 സമോസ റെഡിയാക്കിയേക്ക്. ആദ്യം ആരാണോ വരുന്നത് അവർക്കായിരിക്കണം ആദ്യം കൊടുക്കേണ്ടത്. പിന്നൊരു കാര്യം, ഞാൻ കുട്ടിയല്ല. അതെ മോനെ, സോറി കേട്ടോ. എന്റെ മിഠായി സമൂസയും വാനിൽ കൊടുത്തേക്കും. അവിടെയാ റോഡിന്റെ അപ്പുറത്തെ സൈഡിൽ. ഈ കുട്ടി റോഡ് ക്രോസ് ചെയ്യുന്നല്ലോ. മോനെ, നിന്റെ അച്ഛനും അമ്മയും എവിടെയാ? താടി വെച്ച മനുഷ്യ, നാണമില്ല നിനക്ക്? എന്റെ ദേഹത്ത് വലിഞ്ഞു കയറുന്നോ? അല്ല, ഇതെന്താ ബോസ് നമ്മളെ കൂടാതെ കുട്ടിക്കരണം പറഞ്ഞു പോകുന്നേ? ഇന്നാരുടെ മുഖം കടി കണ്ടതെന്നറിയില്ല. ആകെ മൊത്തം ഭയങ്കര ടെൻഷൻ. എവിടെ നോക്കിയാലും ഓരോരോ പരീക്ഷണങ്ങളാണ് എന്റെ അമ്മോ. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ അല്ലേ നമ്പർ 2. കവിതയുടെ കാര്യം വിട്ടിട്ട് എന്റെ പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരം പറഞ്ഞതാണ്. ബോസ്, ഇവിടുന്ന് ഏതാണ്ട് 200 മൈൽ അപ്പുറത്ത് ഒരു സന്യാസിയുണ്ട്. അങ്ങേരുടെ കയ്യിലുണ്ടല്ലോ വലുപ്പം വെക്കാനുള്ള ഒരു മരുന്നുണ്ട്. ഞാൻ പോകാം. എനിക്ക് നീളം വെക്കാൻ വേണ്ടി ഏത് പരലോകത്തും എവിടെ വേണമെങ്കിലും പോകാം. ബോസ്, ഇപ്രാവശ്യത്തെ കവിത അത്രയ്ക്ക് അങ്ങോട്ട് മനോഹരായില്ല. മര്യാദക്ക് വായടച്ച് ഞാൻ എന്താ പറയുന്നെന്ന് വെച്ചാൽ അത് ചെയ്യേ. ഞാനിപ്പോ കവിത പറയാനുള്ള മൂടിലല്ല, ഞാൻ പോവാ. സന്യാസി, ഞാനിതാ വരുന്നു. ദേ വന്നു. സന്യാസി സ്റ്റേഷന് നമസ്കാരം. നമസ്കാരം നമസ്കാരം നമസ്കാരം. പ്രഭു, അങ്ങ് എന്റെ അപേക്ഷ കേട്ടോ. എന്റെ തപസ് ബലം കണ്ടു. ഇന്ന് അങ്ങ് സ്വയം പ്രത്യക്ഷപ്പെട്ടോ. പക്ഷെ അങ്ങ് കാണുന്നില്ലല്ലോ. ദർശനം നൽകൂ ഭഗവാനെ, ദർശനം നൽകൂ. ദർശനം കിട്ടണമെങ്കിൽ ആദ്യം താഴേക്ക് നോക്ക്. മോനേതാ മോനെ? അല്ല പ്രഭു, താങ്കളൊരു ബാലകന്റെ രൂപത്തിലാണോ വന്നത്? ഞാൻ ധന്യനായി പ്രഭു, ഞാൻ ധന്യനായി പ്രഭു. നിങ്ങൾ ധന്യനുമായില്ല, ഞാൻ നിങ്ങളുടെ പ്രഭുവല്ല, ഞാനൊരു കുട്ടിയുമല്ല. അതാദ്യം മനസ്സിലാക്ക. ഞാനിവിടെ ഉയരം വെക്കാനുള്ള മരുന്ന് അന്വേഷിച്ചു വന്നതാണ്. ഞാനാണ് ഡോൺ, ഞാൻ തന്നെയാണ് ഡോൺ, ഞാനാണ് ഡോൺ. ഞാൻ നിനക്ക് ഒരു മരുന്നും തരാൻ പോണില്ല. അതിനിപ്പോ എന്റെ ജീവൻ പോയാലും ശരി. അതൊക്കെ നിങ്ങളുടെ ആഗ്രഹം സന്യാസി വരിക. തരാം. എന്നാ പിടിച്ചോ. ചൊവ്വരുണ്ടേല് ചിത്രമുള്ളൂ. മോനെ, ആ തോക്ക് അങ്ങോട്ട് മാറ്റി വെച്ചേക്ക്. ഇതെന്താ കപ്പലണ്ടി വാങ്ങാനാണോ? വേണ്ട, ഇങ്ങനെ ആക്രാന്തം കാണിക്കരുത്. ഇത് മുഴുവൻ ഇങ്ങനെ കഴിക്കാൻ പാടില്ല. ഇപ്പൊ വിളിക്ക്, കുഞ്ചൻ ജോണേ, കുഞ്ചൻ ജോണേന്ന്. ഞാനാണിപ്പോ വലിയ ജോൺ, ഭീകരൻ ജോൺ. ഓ, ഇത്രയും വിളിച്ചത് എവിടുന്നാ? മേൽക്കൂര പോയെന്നാ തോന്നുന്നു. മേൽക്കൂരയല്ല പോയത്, വീട് മുഴുവനും പോയി. ആഹാ, ഇവിടെ ഉണ്ടായിരുന്നോ? ഇതെന്തൊരു സ്വപ്നമാണ്. ജോൺ ഒരു രാക്ഷസനെ പോലെയല്ലേ എന്റെ മുമ്പിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞാനെന്തിനാ പേടിക്കുന്നത്? എന്റെ മോട്ടു, നീയൊന്ന് എഴുന്നേൽക്ക്. ഇങ്ങനെ കിടന്ന് ഉറങ്ങരുത്. ഇത് സ്വപ്നമല്ല, ശരിക്കും ജോൺ ആണ്. അല്ല, ഈ ജോൺ എങ്ങനെ ഇത്രയും വലുതായത്? ഇത് സത്യമാണോ? എന്നിട്ടാണോ കിടക്കുന്നത്? ഓടിക്കോ. രക്ഷിക്കണേ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. നിങ്ങളെ ആരും രക്ഷിക്കാൻ വരില്ല. നിങ്ങൾ രണ്ടുപേരുടെ അവസാനം ഈ ജോണിന്റെ കൈ കൊണ്ടായിരിക്കും. എത്ര നല്ല കവിതയാ, അടിപൊളി. മോട്ടു, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഞാൻ എന്ത് ചെയ്യാനാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ പറ. ഐഡിയ. ആദ്യം ഞാൻ ചെയ്യാ, നീ അതുപോലെ ചെയ്യ്. ബോസ്, അവര് അങ്ങയുടെ ഷർട്ടിനകത്തേക്ക് കയറി. ബോസ് അറിഞ്ഞില്ലേ? നിങ്ങൾ എങ്ങോട്ടായി പോകുന്നത്? അങ്ങോട്ട് പോവല്ലേ? ചിങ്കം സാറേ, ജോണ് പെട്ടെന്ന് അങ്ങ് വലുതായി. എന്നിട്ട് എല്ലാവരും തല്ലുവാ. അതെ സാറേ, എന്തെങ്കിലും ഒന്ന് ചെയ്യേ.
Why fear when Chingam is here? എവിടെയാണവൻ? അങ്ങോട്ട് നോക്ക്, ദാ വരുന്നു. എന്റെ അമ്മോ, ഇത് ജോൺ ദ ഡോൺ അല്ലേ? ഹലോ മിസ്റ്റർ ചിങ്കം, ഹൗ ആർ യു? ഫൈൻ, താങ്ക് യു. ചിങ്കം എങ്ങോട്ടാ ഓടിപ്പോവില്ലേ? ഓടരുത്. ചിങ്കത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇമ്പോസിബിൾ ആണ്, ഭയങ്കര ഇമ്പോസിബിൾ ആണ്, ഹൈലി ഇമ്പോസിബിൾ. ഓ, ഞാനും കസിട്ടറാകുമ്പോ അവനെ കണ്ടു. അവനെ പഴയതുപോലെ ആക്കാൻ എന്റെ അടുത്തൊരു മരുന്നുണ്ട്. എന്റെ കയ്യിലെ മരുന്ന് അവന്റെ മുഖത്ത് തളിച്ചു കഴിഞ്ഞാല് അവൻ പഴയതുപോലെ ചെറുതായി മാറും. ആ, പക്ഷെ അവന്റെ മുഖത്ത് മരുന്ന് എങ്ങനെ ഒഴിക്കുക? മരുന്ന് കുടിപ്പിക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടല്ലോ. നിങ്ങൾ രണ്ടാളും ചിങ്കം സാറിനോടൊപ്പം ഡോക്ടർ ചട്കയുടെ ഫ്ലൈയിങ് കാറിൽ പോയി അവന്റെ മുഖത്ത് മരുന്ന് ഒഴിച്ചാ മതി. ഇല്ല ഇല്ല ഇല്ല, ഞാൻ ഒരിക്കലും പോവില്ല. മോട്ടു, ഈ ഫുർഫുറെ നഗരത്തിന്റെ അഭിമാനം തന്നെ നിങ്ങളുടെ രണ്ടുപേരും കയ്യിലാ ഉള്ളത്. അതുകൊണ്ട് പറ്റില്ല എന്ന് പറയരുത്. പോണം, നിങ്ങൾ എന്തായാലും പോണം. കൊതുകിന്റെ മുകളിൽ ഇരുന്നിട്ടാണോ എന്നെ നശിപ്പിക്കാൻ വേണ്ടി വരുന്നത്? ഈ ജോൺ കൊതുകിനെ കണ്ട് പേടിക്കുന്നവരൊന്നും അല്ല. ഓടിക്കോ, ജീവൻ വേണേ ഓടിക്കോ. എന്റെ കാല് കുടുങ്ങിയേ. എന്റെ അമ്മോ, രക്ഷിക്കണേ. രക്ഷിക്കണേ, ആരെങ്കിലും മോട്ടോന്റെ കാലൊന്ന് പുറത്തെടുക്കണേ. എന്റെ അമ്മോ, രക്ഷിക്കണേ. 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 എന്താ രക്ഷിക്കണേ. ചിങ്കം സാർ, ജോണ മുഴുവൻ ബാങ്കും കൊള്ളയടിച്ചു. ചിങ്കം സാറ്, എന്റെ സാറ്, അയാൾ എന്റെ മുഴുവൻ ജ്വല്ലറി ഷോപ്പും കൊള്ളയടിച്ചു. ഞാൻ അവനെ വിടില്ല, വെറുതെ വിടില്ല. പക്ഷെ അവൻ ചെറിയ സൈസായി മാറുന്നത് വരെ എനിക്ക് അവനെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇത്രയും വലിയ ജയില് എന്റെ സ്റ്റേഷനിൽ ഇല്ല 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 ഇല്ല. ഞാനൊരു മിസൈൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മിസൈലിനകത്തുള്ള മരുന്ന് ജോണിന്റെ മുഖത്ത് തളിച്ചാൽ അവൻ പഴയ രൂപത്തിലായി മാറുന്നതായിരിക്കും. പൊളിച്ചെടുത്തല്ലോ. ഈ സൈസ് ചെറുതാക്കുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടുള്ള പണിയല്ലേ? ആരെങ്കിലും ഈ മിസൈൽ ജോണിന്റെ മുഖത്തിന് നേരെ എത്തിച്ചേ പറ്റൂ. പക്ഷെ ആര് പോകും? മോട്ടു പത്ലു, ഈ മിസൈലിന്റെ പുറത്തൊരു ഞട്ടും ബോൾട്ടും ഉണ്ട്. അതൊന്ന് ടൈറ്റ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇവര് രണ്ടുപേരും ഭയങ്കര ധൈര്യശാലികളാ. ജോണിന്റെ വായില് മിസൈല് തിരികെ കയറ്റാൻ വേണ്ടി ഇവരെ മിസൈലും എടുത്തോണ്ട് പോയി. ഐ സല്യൂട്ട് മോട്ടു പത്ലു, യു ആർ ഗ്രേറ്റ്. നിങ്ങളെ പോലത്തെ നല്ല മനസ്സുള്ള ആൾക്കാര് 1000 വർഷത്തിൽ ഒരിക്കലേ ജനിക്കുള്ളൂ. വി ഓൾ സല്യൂട്ട് യു. വി ഓൾ സല്യൂട്ട് യു. ഓ മോട്ടു, എന്റെ ചങ്കേ, എന്റെ ബ്രോ, ഞങ്ങൾക്ക് വേണ്ടി എന്തിനാ നീ നിന്റെ ജീവൻ പണയം വെച്ചത്? എന്ത്? രക്ഷിക്കണേ. രക്ഷിക്കണേ. ഞാനിനി ഇവിടെ ജീവിച്ചോളാം, ഒരു സന്യാസിയായിട്ട്. നീ ഇവിടെ സന്യാസിയായി കഴിഞ്ഞാൽ നിനക്ക് പിന്നെ എങ്ങനെ സമൂസ കഴിക്കാൻ പറ്റും? ചായക്കട ചേട്ടനെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോളാം. കണ്ടില്ലേ എത്ര സമാധാനം ഉണ്ടെന്ന്. രക്ഷിക്കണേ. ഞങ്ങളെ രക്ഷിക്കൂ. രക്ഷിക്കണേ. ദാ കണ്ടില്ലേ മോട്ടു പത്ലു, അവരങ്ങനെ തോറ്റു കൊടുക്കില്ല. മിസൈലുമായി അവര് ജോണിന്റെ മുഖത്തിന് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബോസ്, അങ്ങനെ അങ്ങ് ചിരിക്കണ്ട. ദേ അവര് വരുന്നുണ്ട്. അറിയാലോ, അവര് മഹാപരാക്രമികളാ. ബോസ്, നിൽക്ക് നിൽക്ക്, തല ചുറ്റുന്ന എനിക്ക്. രക്ഷിക്കണേ.
രക്ഷിക്കണേ. വേണ്ട. വേണ്ട യെസ് മോട്ടു പത്ലു, കം ഓൺ. വേണ്ട എല്ലാരും ഞാൻ എടുത്തോളാം. ആദ്യം മോട്ടൂരെ പത്രിനെ ഒന്ന് കാണട്ടെ. വീട്ടില്ല ഞാൻ. അമ്മേ ഏ